തേക്കിന്റെ നാട്, ചാലിയാറിന്റെ മണൽത്തരികൾക്കിടയിൽ സ്വർണ്ണമൂറുന്ന മണ്ണ്, അതുമല്ലെങ്കിൽ കർഷകർ പൊന്നു വിളയിക്കുന്ന മാമലനാട്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതം, സഞ്ചാരികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി നിലമ്പൂർ കാടുകൾ, വികസന സാധ്യതകൾ പ്രവചനാതീതം. സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും നൂറ്റാണ്ടുകളോളം ഇന്ത്യയെ ഊറ്റിക്കുടിച്ച ബ്രിട്ടീഷ് കഴുകന്മാരെ നന്ദിയോടെ ഓർക്കുന്നവർ നിലമ്പൂറുകാർ മാത്രം. തേക്കു കടത്താനെങ്കിലും ബ്രിട്ടീഷുകാരിട്ട ഒരു റെയിൽവേ ട്രാക്ക് അല്ലാതെ വികസന കാര്യത്തിൽ നാം ഇന്നും തുടങ്ങിയെടുത്ത് തന്നെ. ഈ ഒരവസ്ഥയ്ക്ക് കാരണം തേടി അധിക ദൂരമൊന്നും പോവേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 30 വർഷമായി നമ്മെ പ്രതിനിധീകരിച്ചത് ഒരേ ഒരാൾ, അതെ, ആര്യാടൻ മുഹമ്മദ്. മണ്ഡലത്തിന്റെ വികസന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെ ഒപ്പം നിൽക്കുന്നവരോട് പോലും നന്ദികേട് കാണിച്ച് തനിക്കും മകനും അധികാരമുറപ്പിക്കാനുള്ള തത്രപ്പാടിൽ ഒരു സമുദായത്തെ പോലും അധിക്ഷേപിക്കുന്ന ചില കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആൾ ദൈവങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചപ്പോൾ മലപ്പുറത്തും ചെപ്പടി വിദ്യയുമായി ചില തങ്ങന്മാർ വിലസുന്നുണ്ടെന്നും അവിടെയും റെയ്ഡ് നടത്തണമെന്നുമാണ് ആര്യാടൻ പറഞ്ഞത്. സമുദായത്തിൽ ആൾ ദൈവങ്ങളുണ്ടോ? അതെല്ലാ സമുദായത്തിലും ഉണ്ട്. മനസ്സിലെ ഈ ആള് ദൈവങ്ങള് മുസ്ലിം സമുദായത്തിലും ഉണ്ട്. മനസ്സിലെ ഈ ആള് ദൈവങ്ങള് മുസ്ലിം സമുദായത്തിലും ഉണ്ട്. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലും വെറുതെ വിട്ടില്ല. മധുകൾ പാടി വരുന്നൊരു പച്ചക്കിളിയെ നീ കണ്ടോ, മാമലബാറിലെ കൊടപ്പനക്കലെ തറവാട് കണ്ടോ, ആ തിരുമുറ്റത്തെത്തിച്ചേരും ആശ്രിതരെ കണ്ടോ, ആശ്വാസത്തിൻ വചനം തൂകും സൈതരെ കണ്ടോ, മുത്ത് ശിഹാബൊളിയെ കണ്ടോ, ആ തിരുമുറ്റത്തെത്തിച്ചേരും ആശ്രിതരെ കണ്ടോ, വചനം തൂകും സൈതരെ കണ്ടോ, മുത്ത് ശിഹാബൊളിയെ കണ്ടോ, മധുകൾ പാടി വരുന്നൊരു പച്ചക്കിളിയെ നീ കണ്ടോ, മാമലബാറിലെ കൊടപ്പനക്കലെ തറവാട് കണ്ടോ, കിളിയെ തറവാട് കണ്ടോ. ഇത് മഹാനായ ശിഹാബ് തങ്ങൾ. പാണക്കാട് തങ്ങൾ വെറും രാഷ്ട്രീയക്കാരൻ മാത്രമാണെന്ന തന്റെ പഴയ പ്രസ്താവനയോട് ഇയാൾ പ്രതികരിക്കുന്നത് നോക്കൂ. താങ്കളെ കുറിച്ച് ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ലീഗിനെ പേടിക്കാത്ത ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ്. അപ്പൊ അതിന് ലീഗും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടികളാണ്. പക്ഷെ ലീഗിന് ഏതെങ്കിലും കാര്യത്തിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നതാണ് അനുഭവം. പക്ഷെ താങ്കൾക്ക് അങ്ങനെ ഒരു പേടി കാണുന്നില്ല. അതെന്താ? ലീഗിന്റെ പല കാര്യവും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നേരത്തെ മുതൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. അതായത് പാണക്കാട് തങ്ങളെ താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രമേ കാണുകയുള്ളൂ, ഒരു ആത്മീയ ആചാര്യനായി കാണുന്നില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം ഒരു കുറെ ആളുകളുടെ ആത്മീയ ആചാര്യനും കൂടിയാണ് എന്നുള്ളത് താങ്കൾ അംഗീകരിക്കണ്ടേ? അതിപ്പോ പുതിയൊരു കോൺട്രവേഴ്സിക്ക് ഇപ്പൊ ഞാൻ പോണോ? ഞാൻ എന്റെ അഭിപ്രായം എന്താന്നില്ല ഞാൻ വളരെ നേരത്തെ പറഞ്ഞിരിക്കണം. മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും അക്ഷീണ പ്രയത്നം കൊണ്ട് ജയിച്ചു കയറുന്ന ആര്യാടന്റെ മലയാളിയെ നാണിപ്പിക്കും വിധം സാംസ്കാരികമായി അധപ്പതിച്ച ചില പ്രസ്താവനകളിലേക്ക്. ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന് പിന്നിലാകുമെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള പ്രവർത്തനം കോൺഗ്രസ് നടത്തും. സർക്കാർ റിപ്പോർട്ട് വിഷയമാക്കേണ്ടെന്നും ഇത് വർഗീയ പ്രശ്നമാക്കാതിരിക്കുകയാണ് നല്ലതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ എന്നും ലീഗ് നേതാക്കളുടെ നിഴൽ പറ്റിയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആര്യാടൻ മുഹമ്മദിനെ പോലെ ചിലർ മാത്രമാണ് കോൺഗ്രസിന് സ്വന്തമായൊരു അസ്തിത്വം വേണമെന്ന് വാദിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ അനിഷേധ നേതാവ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവല്ലെന്ന ആര്യാടന്റെ പ്രസ്താവന നേരത്തെ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഒന്നാകെ ആര്യാടന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ഒടുവിൽ ആര്യാടന് മുന്നിൽ ലീഗിന് വഴങ്ങേണ്ടി വന്നു. ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു. പ്രവർത്തകരും ഒട്ടുമിക്ക നേതാക്കളും തുറന്നു പറയാൻ മടിക്കുന്നതാണ് ആര്യാടനിലൂടെ പുറത്തുവന്നത്. പ്രവർത്തകർ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ രംഗത്ത് വന്നാൽ ലീഗ് കോൺഗ്രസിന്റെ പിറകിൽ വരുമെന്ന് ആര്യാടൻ തുറന്നടിച്ചു. മലപ്പുറം ജില്ലയിൽ ഇത് സിസ്റ്റമാറ്റിക് ആയി ചെയ്താൽ
അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാർഡ് തെരഞ്ഞെടുപ്പിൽ ലീഗുകാർ നിങ്ങളുടെ പറയിൽ വരും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് സാധിക്കണമെങ്കിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നടത്താൻ സാധിക്കണം. ലീഗിനെതിരെയുള്ള ആര്യാടന്റെ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുമെങ്കിലും നേതാക്കൾക്ക് ഇത് തലവേദനയാകും. സി ജമാലുദ്ദീൻ, മലപ്പുറം. ആര്യാടൻ മുഹമ്മദ് നന്ദികേട് കാട്ടുകയാണെന്ന് യൂത്ത് ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ സഹായത്തോടെയാണ് ആര്യാടൻ ജയിച്ചതെന്ന കാര്യം മറക്കരുതെന്ന് മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ആര്യാടനെതിരെ സോണിയാഗാന്ധിക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആത്മാർത്ഥ സഹകരണം കൊണ്ടും പിന്തുണ കൊണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തിന് ആര്യാടൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷവും തന്റെ സ്ഥിരം നന്ദികേട് വീണ്ടും ആവർത്തിക്കുകയും ലീഗിനെതിരെ പ്രസ്താവനകൾ പലവരും നടത്തുകയും ചെയ്തു. പക്ഷെ ഇനിയും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് മുസ്ലിം യൂത്ത് ലീഗ് അതിന് ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഫാക്സിലൂടെ കൈമാറുകയും ആര്യാടൻ തെറ്റുതിരുത്തണം, ആര്യാടനെ കൊണ്ട് തെറ്റുതിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രമേയം സംസ്ഥാന അതുപോലെ ദേശീയ നേതാക്കൾക്ക് അയച്ചു കൊടുക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ പിന്നിലാക്കാൻ മലപ്പുറത്ത് കോൺഗ്രസുകാർ നന്നായി പ്രവർത്തിക്കണമെന്ന തന്റെ ആഹ്വാനത്തിന് യൂത്ത് ലീഗിലെ കുട്ടിക്കുരങ്ങന്മാർ മറുപടി പറയേണ്ടെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. വലിയ കുരങ്ങന്മാരാണ് മറുപടി പറയേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വീസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈകെട്ടിയിരുന്ന് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമൊന്നുമായില്ല. ഏത് അർത്ഥത്തിലാണ് അവർ കൈകെട്ടി മാറി നിന്നത്? ഇനി മുതൽ കൈ അയച്ചാൽ ഏത് രീതിയിലായിരിക്കും പ്രവർത്തനം? എങ്ങനെ വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? കൈകെട്ടി നിന്ന് എന്നുള്ളൊരു പ്രയോഗേ ഞാൻ നടത്തിയിട്ടില്ല. അവിടെ കുറെ ടി വി ഉണ്ട്, അവരൊന്നും അവരതിൽ നോക്കിയാൽ അത് കാണൂല. അവരൊക്കെ ചിലത് പറയണമെന്നില്ലാതെ അങ്ങനെ ഒരു പ്രയോഗേ ഞാൻ നടത്തിയിട്ടില്ല. നമ്മൾ കയ്യിൽ കെട്ടിയിരുന്ന് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമൊന്നുമായില്ല. കുട്ടിക്കുരങ്ങിനെ കൊണ്ടുവരും ചോറ് മാന്തിക്കണ്ട, വലിയ കുരങ്ങന്നെ ഇറങ്ങട്ടെ, മനസ്സിലായോ? ഇവര് കുട്ടിക്കുരങ്ങനെന്തിനാ? വലിയ കുരങ്ങന്മാരില്ല ലീഗിൽ, ആ കുരങ്ങന്മാര് പറട്ടെ, ഞാൻ മറുപടി പറയും. ആരാണ് വലിയ കുരങ്ങൻ? പാണക്കാട് തങ്ങളോ, കുഞ്ഞാലിക്കുട്ടിയോ, അതോ ഈ അഹമ്മദ്? യൂത്ത് ലീഗ് നേതാവിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ചില രംഗങ്ങളിലേക്ക്. ന്യൂസ് ആൻഡ് വീസിൽ പങ്കെടുത്ത യൂത്ത് ലീഗ് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി ജസ്മൽ പുതിയറയെ ആര്യാടൻ മുഹമ്മദ് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു. തികഞ്ഞ നന്ദിയുടെ ആര്യാടനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഇലക്ഷന്റെ സമയത്ത് ലീഗിന്റെ പിന്നാലെ വരികയും ഇലക്ഷൻ കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തീവ്രവാദം വളർത്തുന്നുവെന്നും മാത്രമല്ല മുസ്ലിങ്ങൾ ഒന്നടങ്കം തീവ്രവാദികളാണെന്നുമുള്ള അമേരിക്കയുടെ അതേ ഭാഷ്യം തന്നെയാണ് ഈ സാമ്രാജ്യത്വ കൊള്ളത്തുകാരനും. ന്യൂനപക്ഷം തീവ്രവാദികൾ മുസ്ലിം സമുദായത്തിലും ഉണ്ടാവാം. പക്ഷേ തീവ്രവാദത്തിലേക്ക് മുസ്ലിം സമുദായ അംഗങ്ങൾ പോകാതിരിക്കുന്നതിന് വലിയൊരു പങ്ക് മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി വഹിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കില്ലേ? ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ വളരുന്നത്, മുൻപില്ല. അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം. വിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ലീഗിന്റെ നേതാക്കളിൽ വിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ലീഗൽ വിശ്വാസവും നേതാക്കളിലും എല്ലാവരും പ്രവർത്തകരിലും എല്ലാവരും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ വളരെ വിശാല വീക്ഷണമുള്ള കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അണിചേരാത്തത്? അവർ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ചില പ്രത്യേക രീതികളുണ്ടല്ലോ, വേണമെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയാം. ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, ഒരുമിച്ച് നിങ്ങൾ വോട്ട് തേടി പോകുന്നു. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് സമയമാകുമ്പോൾ താങ്കൾ പള്ളിയിലേക്ക് പോകുന്നില്ല, സുലൈമാൻ സേട്ട് മാത്രം പള്ളിയിലേക്ക് പോകുന്നു. താങ്കൾ അത്തരം നിലപാട് എടുക്കുന്നത് എന്ത് സന്ദേശം നൽകാനാണ്? ഞാൻ സാധാരണ പതിവായി പള്ളിയിൽ പോകണമെന്നില്ല, പതിവായിട്ട് പള്ളിയിൽ പോകുന്ന ആളല്ല ഞാൻ. ഇസ്ലാമിക ആചാരങ്ങളോട് താല്പര്യമില്ലെങ്കിലും എന്തിനീ സമുദായത്തെ ഇങ്ങനെ നിന്ദിക്കുന്നു? ഇത് ലീഗിനും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള പ്രസ്താവനകളെങ്കിൽ കോൺഗ്രസ് നേതാവ് ശ്രീ കെ കരുണാകരനെ കരിങ്കാലി എന്നും കൊലയാളി എന്നുമൊക്കെയാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നപ്പോഴും ഇയാളുടെ സമീപനം നോക്കൂ. കരുണാകരനോടുള്ള താങ്കളുടെ മനോഭാവം എന്താ? അങ്ങേർക്ക് പഴയ പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്നൊക്കെ സംഘടന വളരെ മുന്നോട്ട് വന്നു. പണ്ട് ചെയ്ത പോലെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. തന്റെ കുടുംബാധിപത്യം നിലമ്പൂരിൽ ഉറപ്പിക്കാൻ തന്റെ വിജയത്തിനു വേണ്ടി അക്ഷണം കൂടെ നടന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ആര്യാടൻ അരിഞ്ഞു വീഴ്ത്തിയത്? ശ്രീ വി എ കരീം, ശ്രീ ബാബു മോഹനക്കുറുപ്പ്, ശ്രീ എൻ എ കരീം, അങ്ങനെ എത്രയെത്ര പേർ. അധികാരത്തിൽ വന്നപ്പോൾ
ആര്യാടന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെ ചില പേക്കൂത്തുകളിലേക്ക്. നിലപാടിനൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്ന ചോദ്യത്തിന് ഇയാളുടെ മറുപടി നോക്കൂ. ആര്യാടൻ മുഹമ്മദിന്റെ പ്രവർത്തന ശൈലിയിൽ താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന്? എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴത്തെ ലൈൻ തന്നെ എടുത്ത് പോകണം എന്നുള്ളത്, അതിൽ സ്ട്രോങ് ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അവസാന കാലത്ത് ഇതിന്ന് മാറേണ്ട ഒരു കാര്യമില്ല. ഈ അഹന്തതയ്ക്ക് ഒരന്ത്യം വേണം. ഇത് നമുക്ക് കൈവന്ന സുവർണാവസരം. അനിവാര്യമായ മാറ്റത്തിന്, വിവേചനമില്ലാത്ത വികസനത്തിന് എന്ന മുദ്രാവാക്യവുമായി നമ്മെ സമീപിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രൊഫസർ എം തോമസ് മാത്യുവിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഗ്ലാസിൽ വിരലമർത്തി കാലത്തോട് നീതി പുലർത്തണമെന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്നു.